വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ്. ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സോങ് ഓഫ് എ ഡ്രീം എന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോമാണ്. ഇത് എഴുതിയിട്ടുള്ളത് സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി, ദ നൈറ്റിംഗൽ ഓഫ് ഇന്ത്യ എന്നാണ് ഇവർ അറിയപ്പെടുന്നത് തന്നെ. എന്തുകൊണ്ടാണ് ഇപ്രകാരം അറിയപ്പെടുന്നത്? വളരെ മനോഹരമായ രീതിയിൽ ഒരുപാട് കവിതകൾ എഴുതിയത് കൊണ്ടാണ്. ഒരു കവിത്രി എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഊർജം നൽകിയ വനിത, അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച വനിത എന്നുള്ള രീതിയിലൊക്കെ ഇവർ അറിയപ്പെടുന്നുണ്ട്. കവിതയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഈസി ഇംഗ്ലീഷ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ചെറിയ ക്ലാസ്സുകൾ തൊട്ട് വലിയ ക്ലാസ്സുകൾ വരെയുള്ള എല്ലാ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്സിലെയും ലെസൺസ് വളരെ സിമ്പിളായി ക്ലാസ്സുകളെടുത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ് ചാനലാണിത്. അതുകൊണ്ട് 100% നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ പ്ലേലിസ്റ്റ് സെക്ഷനൊക്കെ പോവുക, അവിടെ നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് ലഭ്യമാണ്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വീഡിയോസൊക്കെ ഉപയോഗപ്പെടുത്തുക. ആദ്യം സരോജിനി നായിഡുവിനെ കുറിച്ച് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തെന്ന് വായിക്കാം. ശേഷം നമുക്ക് കവിതയിലേക്ക് പോവാം. അബൌട്ട് ദ ഓഥർ. സരോജിനി നായിഡു 13 ഫെബ്രുവരി 1879 ജനിച്ചിട്ടുള്ളത്. മരണപ്പെട്ടതോ മാർച്ച് 2, 1949. ഓൾസോ നോൺ ആസ് ദ നൈറ്റിംഗൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വാനമ്പാടി എന്നാണ് അറിയപ്പെടുന്നത്. വാസ് എൻ ആക്ടിവിസ്റ്റ് ഓഫ് ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് തൻ്റേതായിട്ടുള്ള സംഭാവന കൊടുത്ത ഒരു സ്ത്രീയാണ്. ഹെർ മേജർ കോൺട്രിബ്യൂഷൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് പോയട്രി വർ ബ്യൂട്ടിഫുൾ പോംസ് ദാറ്റ് കുഡ് ഓൾസോ ബി സങ്. വളരെ മനോഹരമായ രീതിയിൽ കവിത എഴുതിയ ഒരു കവിത്രിയായിരുന്നു ഇവർ. ആ കവിതകൾ പാടാൻ പോലും കഴിയുമായിരുന്നു. ഹെർ ഫേമസ് വർക്ക്സ് ഇൻക്ലൂഡ് ദ ഗോൾഡൻ ത്രെഷോൾഡ്, ദ ബേർഡ് ഓഫ് ടൈം, ദ ബ്രോക്കൺ വിങ് ആൻഡ് ദ സെറ്റേർഡ് ഫ്ലൂട്ട്. ഇതൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള വർക്ക്സ്. നമുക്കിനി കവിതയിലേക്ക് നേരെ പോവാം. ഏറ്റവും ടോപ്പിൽ കൊടുത്തിരിക്കുന്ന ഭാഗം ഒന്ന് വായിക്കാം. എ ഫ്ലവർ കനോട്ട് ബ്ലോസം വിത്തൗട്ട് സൺഷൈൻ ആൻഡ് എ മാൻ കനോട്ട് ലിവ് വിത്തൗട്ട് ലവ്. എന്താ പറഞ്ഞത്? ഒരു ഫ്ലവറിന് ബ്ലോസം ചെയ്യാൻ കഴിയില്ല. ബ്ലോസം എന്ന് പറഞ്ഞാൽ വിരിയാൻ കഴിയില്ല. വിത്തൗട്ട് സൺഷൈൻ. സൺഷൈൻ എന്ന് പറഞ്ഞാൽ വെളിച്ചം, അതല്ലെങ്കിൽ സൂര്യപ്രകാശം. സൂര്യപ്രകാശമില്ലാതെ ഒരു ഫ്ലവറിന് വിരിയാൻ കഴിയില്ല. ആൻഡ് എ മാൻ കനോട്ട് ലിവ് വിത്തൗട്ട് ലവ്. സ്നേഹമില്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാനും സാധിക്കില്ല. ഹിയർ ഈസ് എ പോം ബൈ സരോജിനി നായിഡു ദാറ്റ് ഡിസ്ക്രൈബ്സ് ഹെർ ഡ്രീം വേൾഡ്. റീഡ് ആൻഡ് എൻജോയ്. ഇവിടെ സരോജിനി നായിഡു അവരുടെ ഭാവനയിലുള്ള ഒരു മനോഹരമായ ഐഡിയലായ ഒരു രാജ്യത്തെക്കുറിച്ചാണ് സ്വപ്നം കാണുന്നത്. അതാണ് ഈ കവിതയിൽ നമ്മൾ കാണുന്നത്. ആ ഡ്രീം വേൾഡ്, സ്വപ്നലോകം. നമുക്കിത് വായിച്ചെന്താണെന്ന് മനസ്സിലാക്കാം. സോങ് ഓഫ് എ ഡ്രീം. ഞാനിതൊന്നും ആദ്യം വായിക്കാം. ശേഷം നമുക്ക് ഓരോ ലൈനും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മലയാളത്തിൽ അർത്ഥം പറഞ്ഞ് അതിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ ഫിഗർ ഓഫ് സ്പീച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അത് പവർ പോയിൻ്റ് ആയിട്ട് ഇതിന് ശേഷം വരും. അപ്പോൾ ആദ്യം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത് ലൈൻസ് ഒക്കെ ഒന്ന് വായിക്കാം. Once in the dream of a night I stood, lone in the light of a magical wood, soul deep in visions that poppy-like sprang, and spirits of truth were the birds that sang, and spirits of love were the stars that glowed, and spirits of peace were the streams that flowed, in that magical wood, in the land of sleep. അതാണ് ഫസ്റ്റ് സ്റ്റാൻസ. സെക്കൻഡ് സ്റ്റാൻസ നോക്കാം. Lone in the light of that magical grove, I felt the stars of the spirits of love gather and gleam round my delicate youth, and I heard the song of the spirits of truth. To quench my longing, I bent me low by the streams of the spirits of peace that flow in the magical wood in the land of sleep. അപ്പോൾ ഇതാണ് ഈ ഒരു കവിത. ഇനി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കിങ്ങനെ മലയാളത്തിൽ ഓരോ കാര്യം പറഞ്ഞ് മുന്നോട്ട് പോകാം. നമുക്കിനി കവിതയുടെ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ നോക്കാം. ലൈൻ ബൈ ലൈൻ അനാലിസിസ് വരുന്നുണ്ട്. അതിന് മുൻപായിട്ട് ഈ കവിതയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ. ആദ്യം ഇതിൻ്റെ റൈം സ്കീം. AABBCCD 2 സ്റ്റാൻസകളാണുള്ളത്. 7 വരികളുള്ള 2 സ്റ്റാൻസകൾ. അപ്പോൾ ഓരോന്നിൻ്റെയും റൈം സ്കീം എന്ന് പറയുന്നത് AABBCCD ആണ്. അപ്പോൾ നിങ്ങൾ പോം അപ്രീസിയേഷനൊക്കെ എഴുതുന്ന സമയത്ത് ഇത് നിർബന്ധമായിട്ടും എഴുതണം. ഇനി 14 വരികൾ ആണ് ആകെ ഈ കവിതയ്ക്കുള്ളത്. 7 വരികൾ വീതമുള്ള 2 സ്റ്റാൻസാസ് ആയിട്ടാണ് ഈ കവിത എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ 7 വരികളുള്ള ഒരു സ്റ്റാൻസ നമ്മൾ വിളിക്കുന്ന പേരാണ് സെപ്റ്ററ്റ്. എന്താ പറയുക? സെപ്റ്ററ്റ്. അപ്പോൾ 2 സെപ്റ്ററ്റാണ് ഈ കവിതയിലുള്ളത്. അതായത് 2 സ്റ്റാൻസകൾ. ഓരോ സ്റ്റാൻസയിലും 7 വരികൾ വീതം. 7 വരികളുള്ള ഒരു സ്റ്റാൻസയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെപ്റ്ററ്റ്.
ഇനി ദിസ് പോം ക്യാൻ ബി റെഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ഇന്ത്യാസ് ഫ്രീഡം സ്ട്രഗിൾ. ഈ കവിത വെറുതെ വായിച്ചാൽ നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. പക്ഷേ എന്താണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് അറിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം, അതാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മൾ കാണേണ്ടത്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ഇന്ത്യയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ? നമുക്ക് സ്നേഹം, അതുപോലെ തന്നെ സമാധാനം, സത്യം, ഇതിനൊക്കെ വേണ്ടി നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. സരോജിനി നായിഡും ഇത് തന്നെയാണ് ചെയ്തത്. ട്രൂത്ത്, ലവ്, പീസ്, ഇതിനൊക്കെ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ സ്നേഹവും സമാധാനവും സത്യവും ഒക്കെ നിറഞ്ഞിരിക്കണം എന്ന് അവർ ഒരുപാട് ആഗ്രഹിച്ചു. അതാണ് നമ്മുടെ ഈ കവിതയിൽ കാണുക. അപ്പോൾ ആ കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ട്രൂത്ത്, ലവ്, പീസ് were violated and she longs for them. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇന്ത്യയിൽ എന്തായിരുന്നു? ട്രൂത്ത്, ലവ്, പീസ് ഇതൊക്കെ കുറവായിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ ഉണ്ടാവണം എന്നവർ അതിയായി ആഗ്രഹിച്ചു. ലോങ്സ് എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു, അതിയായി ആഗ്രഹിച്ചു എന്നാണ് അർത്ഥം. ഈ കവിതയുടെ മെസ്സേജ് നമുക്ക് ഇങ്ങനെ പറയാം: പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ഓഫ് ഓൾ ഹ്യൂമൻ ബീങ്സ്. എല്ലാ മനുഷ്യരും സമാധാനപരമായിട്ട്, ഐക്യത്തോടെ, സാഹോദര്യത്തോടെ, സ്നേഹത്തോടെ നിലനിൽക്കുക. അതാണ് ഈ ഒരു കവിതയുടെ മെസ്സേജായിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഇനി ഓരോ വരിയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് ഫസ്റ്റ് 3 ലൈൻസ്. ഇത് ഡിസ്കസ് ചെയ്യാനുള്ള സൗകര്യത്തിനാണ് 3 ലൈൻസ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. വൺസ് ഇൻ ദ ഡ്രീം ഓഫ് എ നൈറ്റ് ഐ സ്റ്റുഡ് ലോൺ ഇൻ ദ ലൈറ്റ് ഓഫ് എ മാജിക്കൽ വുഡ് സോൾ ഡീപ്പ് ഇൻ വിഷൻസ് ദാറ്റ് പോപ്പി ലൈക്ക് സ്പ്രാങ്. ഒരുപാട് കാര്യം ഈ 3 വരികളിൽ തന്നെ പറയാനുണ്ട്. സരോജിനി നായിഡു ഉറക്കത്തിൽ ഇങ്ങനെ ഒരു ഡ്രീം ലാൻഡിലേക്ക് പോവുകയാണ്. സ്വപ്നമാണ്, നമ്മൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ മതി. സരോജിനി നായിഡു ഇങ്ങനെ ഉറങ്ങുകയാണ്. അപ്പോൾ ഉറക്കിൽ ഒരു സ്വപ്നത്തിൽ ഡ്രീം ലാൻഡിലേക്ക് പോവുകയാണ്. അതാ പറഞ്ഞത്, വൺസ്, ഒരിക്കൽ, ഇൻ ദ ഡ്രീം ഓഫ് എ നൈറ്റ്, ഒരു രാത്രിയുടെ സ്വപ്നത്തിൽ, ഐ സ്റ്റുഡ്, ഞാൻ നിന്നു, ലോൺ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക്, ഇൻ ദ ലൈറ്റ് ഓഫ് എ മാജിക്കൽ വുഡ് എന്ന് പറഞ്ഞാൽ മാന്ത്രിക വനം എന്നൊക്കെ പറയാം. ലൈറ്റ് അതിൻ്റെ പ്രകാശം. അപ്പോൾ ഒരു മാന്ത്രിക വനത്തിൻ്റെ ദിവ്യമായ പ്രകാശത്തിൽ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നിന്നു. ഉറക്കത്തിലാണ്, സ്വപ്നത്തിലാണ്, എന്തും സംഭവിക്കാമല്ലോ അല്ലേ. സോൾ ഡീപ്പ് ഇൻ വിഷൻസ്, എൻ്റെ ആത്മാവിലാകെ എന്താണ്? വിഷൻസ്, കാഴ്ചകളായിരുന്നു. അപ്പോൾ ഇഷ്ടംപോലെ കാഴ്ചകളുണ്ടായിരുന്നു. ദാറ്റ് പോപ്പി ലൈക്ക് സ്പ്രാങ്, പോപ്പിച്ചെടി, അതിലെ ഫ്ലവർ എങ്ങനെയാണോ ഉണ്ടായി വരുന്നത്, അതിങ്ങനെ വിരിഞ്ഞു വരുന്നത് എങ്ങനെ, അതുപോലെ ഈ കവിത്രിയുടെ മനസ്സിൽ ചിന്തകൾ ഉണ്ടായി വന്നു, വിഷൻസ് ഉണ്ടായി വന്നു. അങ്ങനെയാണല്ലോ കവികൾക്ക്. എങ്ങനെയാണ്? അവർക്ക് ഉറക്കത്തിലും കവിത എഴുതാനുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത്. അപ്പോൾ പോപ്പി എന്ന് പറയുന്ന ചെടിയുണ്ട്. എന്താണ് പോപ്പി എന്ന് ആദ്യം അറിയണം. നോർമലി നമുക്ക് പോപ്പിയുടെ ഫ്ലവർ എന്ന് പറയുമ്പോൾ റെഡ് കളറാണ് മനസ്സിലേക്ക് വരേണ്ടത്. റെഡ് കളർ മാത്രമല്ല, യെല്ലോ, പല വ്യത്യസ്തമായ കളറിലും വരുന്നുണ്ട് അത്രേ. പക്ഷേ നോർമലി നമുക്ക് പറയുമ്പോൾ പോപ്പി ഫ്ലവർ എന്ന് പറയുമ്പോൾ റെഡ് കളറിലുള്ള ഫ്ലവറാണ് വരേണ്ടത്. ഇനി എന്തിനാണ് പോപ്പി എന്ന് പറയുന്ന ഈ ചെടി പ്രധാനമായും ഉപയോഗിക്കുന്നത്? ഒരു സ്ലീപ്പ് ഇൻഡ്യൂസറാണ്, ഉറക്കം വരാൻ വേണ്ടിയിട്ട്. അതായത് മെഡിസിനൽ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല അത് ലഹരിയായിട്ടും ചില സമയങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് അത്ര, ഇല്ലീഗലായിട്ട്. അപ്പോൾ പൊതുവെ പോപ്പി എന്ന് പറയുന്ന ഈ മരം തന്നെ ഇമാജിനേഷൻ, ഭാവന ഉണ്ടാക്കാനുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതാണ്, അതിൻ്റെ ഒരു സിമ്പിളാണ്. ഭാവനയുടെ സിമ്പിളായിട്ട് പോപ്പി മരത്തിനെ, അല്ലെങ്കിൽ ആ ഒരു ചെടിയെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പോയറ്റിൻ്റെ ചിന്തകളെ എന്താണ്, പോപ്പി മരത്തിലെ പുഷ്പങ്ങൾ വിരുന്ന പോലെ അങ്ങ് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? ഇവിടെ പോപ്പി എന്ന് പറയുന്ന മരം ഞാൻ പറഞ്ഞു, അത് സ്ലീപ്പ് ഇൻഡ്യൂസറാണ്. മാത്രമല്ല ഇമാജിനേഷൻ്റെ ഒരു സിമ്പലാണ്. പിന്നെ അത് ലഹരിക്കും വേണ്ടിയിട്ടും ഉപയോഗിക്കാറുണ്ട്, ഇല്ലീഗലായിട്ട്, നിയമപരമല്ലാതെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഈ കവിത്രി എന്തുകൊണ്ടാണ് പോപ്പി ഫ്ലവർ പോലെ എൻ്റെ ചിന്തകൾ പോയി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി അല്ലേ. സോൾ എന്ന് പറഞ്ഞാൽ ആത്മാവ്. ഇനി ഇത്രയും മനസ്സിലായല്ലോ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയിറ്റ് ഡിവൈസസ് നോക്കൂ, ഇത്രയധികം കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്. നോക്കാം. റൈമിങ് വേർഡ്സ് എന്തൊക്കെയാ? സ്റ്റുഡ്, വുഡ്. കണ്ടോ, ഫസ്റ്റ് ലൈൻ അവസാനിക്കുന്ന വേർഡ് സ്റ്റുഡ്, അതിൻ്റെ ലാസ്റ്റ് സൗണ്ട് ഡ് സൗണ്ടാണ്, സ്റ്റുഡ്. സെക്കൻഡ് ലൈൻ അവസാനിക്കുന്ന ലാസ്റ്റ് സൗണ്ട് എന്താ? വുഡ്. അപ്പോൾ അത് റൈമിംഗ് ആണ്. എ എ ബി ബി സി സി ഡി, ഓർക്കുന്നുണ്ടോ? റൈമിംഗ്
സ്കീം ഞാൻ എന്താ പറഞ്ഞത്, റൈം സ്കീം AABBCCD. അപ്പോൾ AA ഏതൊക്കെയാണ്? സ്റ്റുഡ് വുഡ്, റൈമിംഗ് ആണ്. ഇനി BB എന്താണ്? സ്പ്രാങ് സാങ്. കണ്ടോ BB. അപ്പോൾ ഇതൊക്കെ റൈമിംഗ് വേർഡ്സ് ആണ് കേട്ടോ. സ്റ്റുഡ് വുഡ്, സ്പ്രാങ് സാങ്. സ്പ്രാങ്ങിൻ്റെ ജോഡിയായിട്ടുള്ള സാങ് അപ്പുറത്തെ സ്ലൈഡിലാണ് ഉള്ളത്, പക്ഷെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സ്റ്റുഡ് വുഡ്, സ്പ്രാങ് സാങ്. ഇനി വിഷ്വൽ ഇമേജസ് ആയിട്ട് നമുക്ക് ഈ 3 വരികളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കാം. നൈറ്റ് വിഷ്വൽ ഇമേജ് ആണ്. ലൈറ്റ്, വുഡ്, പോപ്പി, ബേർഡ്സ്, ഇതെല്ലാം വിഷ്വൽ ഇമേജസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഓഡിറ്ററി ഇമേജസ്, ബേർഡ്സിനെ കാണാനും സാധിക്കും, അതുപോലെ കേൾക്കാനും സാധിക്കും. അതുകൊണ്ട് വിഷ്വൽ ഇമേജും ആണ്, ഓഡിറ്ററി ഇമേജും ആണ്. ഇനി സിമിലി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. എവിടെയാണ്? 3rd ലൈൻ നോക്കൂ നിങ്ങൾ. സോൾ ഡീപ്പ് ഇൻ വിഷൻസ് ദാറ്റ് പോപ്പി ലൈക്ക് സ്പ്രാങ്. പോപ്പി ലൈക്ക് സ്പ്രാങ്. കണ്ടോ, ലൈക്ക് അല്ലെങ്കിൽ ലാസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് സിമിലി ആവുക അല്ലേ. മെറ്റഫർ, സിമിലി, അസറൻസ്, അലിട്രേഷൻ, ഒരുപാട് പോയിറ്റിക് ഡിവൈസസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നേരെ പ്ലേലിസ്റ്റിലേക്ക് പോവുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം കേട്ടോ. പ്ലേലിസ്റ്റിലുണ്ട് 10th അതല്ലെങ്കിൽ 9th 8th ഏത് ലെസൺ, അവിടെ ഇതിൻ്റെ ഏതെങ്കിലും ഒരു പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾ 9th ആകുമ്പോൾ 9ാം ക്ലാസ്സിലെ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിലിങ്ങനെ സെർച്ച് ചെയ്താൽ ആ പ്ലേലിസ്റ്റിൽ വീഡിയോസ് ഇങ്ങനെ സെർച്ച് ചെയ്താൽ അതിലുണ്ടാവും പോയിറ്റിക് ഡിവൈസസ് 2 വീഡിയോ, പാർട്ട് 1 പാർട്ട് 2 ഉണ്ട്. മുഴുവൻ കാണുക കേട്ടോ. 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടും. അപ്പോൾ ഇവിടെ എന്താണ് സിമിലി കൊടുത്തിരിക്കുന്നത്? സോൾ ഡീപ്പ് ഇൻ വിഷൻസ് ദാറ്റ് പോപ്പി ലൈക്ക് സ്പ്രാങ്. കവിത്രിയുടെ ചിന്തകൾ എന്താണ്? പോപ്പി ഫ്ലവർ പോലെ, അത് വിരിയുന്ന പോലെ എന്താണ് മനസ്സിൽ കമ്പയർ ചെയ്യുന്നത്. കവിത്രിയുടെ ചിന്തകൾ എങ്ങനെയാണ്? പോപ്പി ഫ്ലവർ വിരിയുന്ന പോലെ. നെക്സ്റ്റ് അസൻസ്. ഞാൻ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്ത് കണ്ടോ, സെയിം വവൽ സൗണ്ട് ഇങ്ങനെ തൊട്ടടുത്തായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ അതിന് അസനൻസ് എന്നാ പറയാം. ഇതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഇങ്ങനെ അതിനെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നോക്കാം. ഇൻ ദ ഡ്രീം ഓഫ് എ നൈറ്റ് ഐ, ഇൻ ദ ലൈറ്റ് ഓഫ് എ മാജിക്കൽ വുഡ്, ഡീപ്പ് ഇൻ വിഷൻസ്. കണ്ടോ, ഇവിടെയൊക്കെ ഐ എന്നോ ഇ എന്നോ ആ സെയിം വവൽ സൗണ്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കണ്ടോ, അതൊക്കെ അസനൻസ് ആണ്. ഇതൊക്കെ നിങ്ങൾ എഴുതണം. അപ്പോഴാണ് നിങ്ങൾക്ക് അപ്രീസിയേഷനിൽ മുഴുവൻ മാർക്കും കിട്ടുക. ഇനി അലിട്രേഷൻ, സെയിം കോൺസണന്റ് സൗണ്ട് തൊട്ടടുത്തുള്ള വാക്കുകൾ, തൊട്ടടുത്തെന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ അടുത്തായാൽ മതി, വളരെ അടുപ്പിച്ച് വന്നോളണമെന്നില്ല. അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ, ലോൺ ഇൻ ദ ലൈറ്റ്, അവിടെ ല് എന്ന് പറയുന്ന സൗണ്ട് കോൺസണന്റ് സൗണ്ടാണ്. അത് ലോൺ എന്ന് പറയുന്നിടത്ത് ല് കണ്ടോ. അതുപോലെ തന്നെ ലൈറ്റ് എന്ന് പറയുമ്പോഴും ല് ഉണ്ട്. അങ്ങനെ 2 വാക്കുകളുടെ തുടക്കത്തിൽ ഇനീഷ്യൽ സൗണ്ട് സെയിം കോൺസണന്റ് സൗണ്ട് ആകുമ്പോൾ നമ്മളതിനെ നമ്മളതിനെ അലിട്രേഷൻ എന്ന് വിളിക്കും. കൺസണൻസ് അതല്ല, ഞാൻ പറയാം എന്താണെന്ന്. അപ്പോൾ അലിട്രേഷൻ എന്ന് പറയുമ്പോൾ സെയിം കോൺസണന്റ് സൗണ്ട് തൊട്ടടുത്ത വാക്കുകളിലെ തുടക്കത്തിൽ വരുമ്പോൾ. ലോൺ ഇൻ ദ ലൈറ്റ്, അതിങ്ങനെ ഒരു വയലറ്റ് കളറിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കൺസണൻസ് എന്ന് പറയുമ്പോൾ സെയിം കോൺസണന്റ് സൗണ്ട് തന്നെ തൊട്ടടുത്ത ഭാഗങ്ങളിലായിട്ട് വരിക. അത് ഫസ്റ്റ് 3 ലൈൻസിൽ വരുന്നുണ്ട്. ഞാനത് റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. വൺസ് ഇൻ ദ ഡ്രീം ഓഫ് എ നൈറ്റ് ഐ സ്റ്റുഡ്. അവിടെ ഡി എന്ന് പറഞ്ഞ സൗണ്ട് വരുന്നത് കണ്ടത് നിങ്ങൾ, അത് കൺസണൻസിന് ഉദാഹരണം. സെക്കൻഡ് ലൈനിൽ ലോൺ ഇൻ ദ ലൈറ്റ് ഓഫ് എ മാജിക്കൽ വുഡ്, അവിടെ ലി സൗണ്ട് കൺസണൻസ് ആയി വരുന്നുണ്ട്. തേർഡ് ലൈനിൽ സോൾ ഡീപ്പ് ഇൻ വിഷൻസ് ദാറ്റ് പോപ്പി ലൈക്ക് സ്പ്രാങ്, അവിടെ പ് സൗണ്ട് കൺസണൻസ് ആയി വരുന്നുണ്ട്. അപ്പോൾ കൺസണൻസും അലിട്രേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. അലിട്രേഷൻ എന്ന് പറയുമ്പോൾ സെയിം കോൺസണൻറ്റ് സൗണ്ട്, നമ്മളിപ്പോൾ മലയാളത്തിൽ വ്യഞ്ജനാക്ഷരങ്ങൾ എന്നൊക്കെ പറയില്ലേ, കാ ച ട ത. അപ്പോൾ അതിന് അതേപോലെയുള്ള സൗണ്ട് ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേരാണ് കോൺസണൻറ്റ് സൗണ്ട് എന്ന് പറഞ്ഞാൽ. ആ കോൺസണൻറ്റ് സൗണ്ട് 2 വാക്കുകളുടെ തുടക്കത്തിൽ വരുമ്പോൾ അലിട്രേഷൻ, തുടക്കത്തിൽ മാത്രമല്ലാതെ സെൻട്രലും അവസാനത്തിലും ഒക്കെ വരുമ്പോൾ അത് കൺസണൻസ്. അപ്പോൾ കൂടുതൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ പോയിറ്റിക് ഡിവൈസസ് എന്ന് പറയുന്ന വീഡിയോ സെർച്ച് ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു 9ാം ക്ലാസ്സിലെ പ്ലേലിസ്റ്റിൽ തന്നെ പോയാൽ മതി കേട്ടോ, അത് വീഡിയോ കാണുക. അപ്പോൾ അതാണ് കോൺസണൻസും അലിട്രേഷനും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഫസ്റ്റ് 3 ലൈൻസിലും കോൺസണൻസ് നിങ്ങൾക്ക് കിട്ടാം. കണ്ടോ, അവിടെ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഓൾ ഫാക്ടറി ഇമേജ് ഉണ്ട്. ഓൾ ഫാക്ടറി എന്ന് പറഞ്ഞാൽ സ്മെല്ലുമായി ബന്ധപ്പെട്ടതാണ്. പോപ്പി ഫ്ലവർ നമുക്ക് സ്മെല്ല് ചെയ്തുകൂടെ, അപ്പോൾ അത് ഓൾ ഫാക്ടറി ഇമേജ് ആണ്. ഒരുപാട് കാര്യമല്ലേ, വെറും 3 ലൈൻസിന് ഇത്രയും കാര്യം പറയാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം. 5 to 8 ലൈൻസ് ആണ് നമ്മുടെ കവിതയുടെ. ആൻഡ് സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത്സ് were the birds that sang, and spirits of love were the stars that glowed, and spirits of peace were the streams that flowed in the magical wood in the land of sleep. എന്താ പറഞ്ഞത്? സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത്, ഇഷ്ടം പോലെ മെറ്റഫേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ.
എന്ന് പറയാം. സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത്. സ്പിരിറ്റിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇവിടെ നമുക്ക് ദേവതകൾ എന്നുള്ള അർത്ഥം കൊടുക്കാം. ആത്മാക്കൾ എന്ന അർത്ഥമൊക്കെ ഉണ്ട്, പക്ഷേ ഏറ്റവും നല്ലത് ദേവതകളാണ്. നിങ്ങളുടെ കവിതയിൽ ആ പിക്ചർ നോക്കി നിങ്ങൾ ദേവതമാരുടെ പിക്ചർ കാണുന്നില്ലേ? അപ്പോൾ സ്പിരിറ്റ്സ് നമുക്ക് ദേവതമാർ എന്ന അർത്ഥം കൊടുക്കാം. ആൻഡ് സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ ദേവതമാർ. ആൻഡ് സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് വർ ദ ബേർഡ്സ് ദാറ്റ് സാങ്. പാട്ട് പാടിയ എന്തായിരുന്നു? ബേർഡ്സ് ആയിരുന്നു, പക്ഷികളായിരുന്നു ആ സ്വപ്നലോകത്തിലെ സത്യത്തിൻ്റെ ദേവതമാർ. ഇതൊരു സ്വപ്നത്തിലാണ്, സ്വപ്നത്തിൽ സരോജിനി നായിഡു ഒരു ഐഡിയൽ ആയിട്ടുള്ള ലോകം അല്ലെങ്കിൽ ഐഡിയൽ ആയിട്ടുള്ള ഇന്ത്യയെക്കുറിച്ച് ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. അവിടെ സത്യത്തിൻ്റെ ദേവതമാർ ആരായിരുന്നു? ബേർഡ്സ് ആയിരുന്നു, പാട്ടുപാടുന്ന ബേർഡ്സ് ആയിരുന്നു. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. പാട്ടുപാടുന്ന ബേർഡ്സ് സത്യത്തിൻ്റെ ദേവതമാരായിരുന്നു. അപ്പോൾ ബേർഡ്സ് എന്ന് പറയുമ്പോൾ കോൺക്രീറ്റ് ആണ്, നമുക്ക് കാണാൻ പറ്റും. പക്ഷേ സത്യം കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സത്യം, സ്നേഹം, സമാധാനം ഇതൊക്കെ അബ്സ്ട്രാക്റ്റ് നൗൺസ് ആണ്. ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? കോൺക്രീറ്റ് നൗൺസ് ആൻഡ് അബ്സ്ട്രാക്റ്റ് നൗൺസ്. അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറഞ്ഞാൽ തൊടാനും അതുപോലെ തന്നെ തൊട്ട് ഫീൽ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് അബ്സ്ട്രാക്റ്റ് നൗൺസ് എന്ന് പറഞ്ഞാൽ. ട്രൂത്ത്, ലവ്, പീസ് ഒക്കെ. പക്ഷേ ഈ അബ്സ്ട്രാക്റ്റ് നൗൺസിനെ കോൺക്രീറ്റ് ആക്കുകയാണ് ഇവർ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അബ്സ്ട്രാക്റ്റ് നൗൺസ് ആയിട്ടുള്ള സ്നേഹം, അതുപോലെ തന്നെ സത്യം, പീസ്, സമാധാനം, ഇതൊക്കെ സ്നേഹവും സത്യവും സമാധാനമൊക്കെ നമുക്ക് ടച്ച് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ അബ്സ്ട്രാക്റ്റ് നൗൺസാണ്. അതിനെ എന്താണ്? കോൺക്രീറ്റ് ആക്കുകയാണ് ഈ കവിതയിലൂടെ ഇവർ ചെയ്യുന്നത്. അതായത് ഈ ഒരു സ്വപ്ന ലോകത്തിൽ പലതും വരുന്നുണ്ട് കോൺക്രീറ്റ്. നമുക്ക് നോക്കാം നെക്സ്റ്റ് ലൈൻ. ആൻഡ് സ്പിരിറ്റ്സ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ ദേവതമാർ, വേർ ദ സ്റ്റാർസ് ദാറ്റ് ഗ്ലോഡ്. ഗ്ലോഡ് എന്ന് പറഞ്ഞാൽ തിളങ്ങിയ, സ്റ്റാർസ് നക്ഷത്രങ്ങൾ. അപ്പോൾ എന്താ പറഞ്ഞത്? സ്നേഹത്തിൻ്റെ ദേവതമാർ ആരായിരുന്നു? തിളങ്ങിയ നക്ഷത്രങ്ങളായിരുന്നു, തിളക്കമുള്ള നക്ഷത്രങ്ങൾ. അപ്പോൾ ആ ഒരു സ്വപ്നലോകത്തിൽ സ്നേഹത്തിൻ്റെ ദേവതമാരായിട്ട് വന്നത് തിളക്കമുള്ള നക്ഷത്രങ്ങളായിരുന്നു. സത്യത്തിൻ്റെ ദേവതമാർ ആരായിരുന്നു? പാട്ടുപാടിയ അല്ലെങ്കിൽ പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന ബേർഡ്സ്, പക്ഷികളായിരുന്നു. തേർഡ് ലൈൻ നോക്കുക. ആൻഡ് സ്പിരിറ്റ്സ് ഓഫ് പീസ് വേർ ദ സ്ട്രീംസ് ദാറ്റ് ഫ്ലോഡ്. സ്പിരിറ്റ്സ് ഓഫ് പീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാനത്തിൻ്റെ ദേവതമാർ. സമാധാനത്തിൻ്റെ ദേവതമാർ ആരായിരുന്നു? വേർ ദ സ്ട്രീംസ് ദാറ്റ് ഫ്ലോഡ്. ഒഴുകുന്ന, ഫ്ലോഡ് എന്ന് പറഞ്ഞാൽ ഒഴുകിയെന്നാണ് കേട്ടോ. സ്ട്രീംസ്, അരുവി, നദിയൊക്കെ പറയാം. ഇവിടെ ഞാൻ നദി എന്നാണ് പറഞ്ഞത്, നദികൾ എന്ന് പറയുന്നു. അപ്പോൾ സ്ട്രീംസ് ദാറ്റ് ഫ്ലോഡ്, ഒഴുകിയ നദികളായിരുന്നു സമാധാനത്തിൻ്റെ ദേവതമാർ. ഇനി ഒന്നുകൂടെ പറയാം. സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത്, അതായത് സത്യത്തിൻ്റെ ദേവതമാർ ആരായിരുന്നു? ബേർഡ്സ് ആയിരുന്നു, പാട്ടുപാടിയ ബേർഡ്സ്. ഇനി സ്പിരിറ്റ്സ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ ദേവതമാർ ആരായിരുന്നു? സ്റ്റാർസ്, നക്ഷത്രങ്ങൾ, തിളക്കമുള്ള നക്ഷത്രങ്ങളായിരുന്നു. മൂന്നാമത്തേത് സ്പിരിറ്റ്സ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ ദേവതമാർ ആരായിരുന്നു? സ്ട്രീംസ്, ഒഴുകുന്ന നദികളായിരുന്നു. അപ്പോൾ മനസ്സിലായല്ലോ ഈ മൂന്ന്, അതായത് ട്രൂത്ത്, ലവ്, പീസ്, ഈ മൂന്നുമാണ് എന്താണ് പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ, അതായത് സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഇന്ത്യയിൽ കിട്ടാത്ത കാര്യം, ഇല്ലാതിരുന്ന കാര്യം. ആ മൂന്ന് കാര്യങ്ങളും ഇവരിങ്ങനെ സ്വപ്നത്തിൽ കിട്ടുന്നതായിട്ട്. എങ്ങനെയാണ് കാണുന്നത്? അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള, ടച്ച് ചെയ്യാൻ കഴിയാത്ത, ഫീൽ ചെയ്യാൻ കഴിയാത്ത ഈ മൂന്ന് കാര്യങ്ങളും എന്താണ് മൂന്ന് രൂപത്തിൽ, അതായത് കാണാൻ കഴിയുന്ന, ടച്ച് ചെയ്യാൻ കഴിയുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഇവർ കോൺക്രീറ്റ് ആക്കുകയാണ്. എങ്ങനെ? ബേർഡായിട്ടും നക്ഷത്രമായിട്ടും അരുവിയായിട്ടും ഒക്കെ അവരിങ്ങനെ സ്വപ്നത്തിൽ കാണുകയാണ്. ഇൻ ദാറ്റ് മാജിക്കൽ വുഡ് ഇൻ ദ ലാൻഡ് ഓഫ് സ്ലീപ്പ്. അതെ, എവിടെയാണ് ഇവർ ഇതൊക്കെ കണ്ടത്? ആ മാജിക്കൽ വുഡ്, ആ മാന്ത്രിക വനത്തിൽ. ഇൻ ദ ലാൻഡ് ഓഫ് സ്ലീപ്പ്, ഉറക്കിൻ്റെ ആ ഒരു ലാൻഡിൽ, ആ ഒരു ഭൂമിയിൽ. ഇനി ഇവിടെ നോക്കൂ, പോയിറ്റ് ഡിവൈസസ് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു നന്നായിട്ട് മെറ്റഫേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. 3 മെറ്റഫേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ. മെറ്റഫർ 5, 6, 7, 3, ഈ 5, 6, 7 വരികളുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഇവിടെ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് വർ ദ ബേർഡ്സ് ദാറ്റ് സാങ് എന്ന് പറഞ്ഞല്ലോ. അതിൽ ട്രൂത്തിനെ ബേർഡുമായിട്ട് കമ്പയർ ചെയ്തു. അതാണ് മെറ്റഫർ. പരസ്പര സാദൃശ്യമില്ലാത്ത 2 കാര്യങ്ങളെ ലൈക്കോ ആസോ ഇല്ലാതെ കമ്പയർ ചെയ്യുമ്പോൾ മെറ്റഫറാണ്. എന്നാൽ ലൈക്കോ ആസ് വെച്ചുകൊണ്ട് 2 കാര്യങ്ങളെ, പരസ്പര സാദൃശ്യമില്ലാത്ത 2 കാര്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ അത് സിമിലിയാണ്. നമ്മൾ നേരത്തെ കണ്ടു. അതായത് ചിന്തകളെ പോപ്പി ഫ്ലവറായിട്ടൊക്കെ കമ്പയർ ചെയ്തല്ലോ. ഇവിടെ അതല്ല. ഇവിടെ ലൈക്കുമില്ല, ആസുമില്ല, എന്നിട്ട് കമ്പാരിസൺ. അപ്പോൾ മെറ്റഫറാണ്. അപ്പോൾ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത്, അപ്പോൾ ട്രൂത്തിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്തു? ബേർഡ്സ് ആയിട്ട് കമ്പയർ ചെയ്തു. അപ്പോൾ അതെന്താണ്? മെറ്റഫറാണ്. നെക്സ്റ്റ് സെക്കൻഡ് ലൈൻ നോക്കൂ, അതായത് 6ാമത്തെ ലൈൻ നോക്കൂ. സ്പിരിറ്റ്സ് ഓഫ് ലവ്, സ്നേഹത്തിനെ സ്റ്റാർസ്, നക്ഷത്രമായിട്ട് കമ്പയർ ചെയ്തു. അതും എന്താണ്? മെറ്റഫറാണ്.
ഇനി നെക്സ്റ്റ് ലൈൻ 7ാമത്തെ വരി നോക്കൂ നിങ്ങൾ. സ്പിരിറ്റ്സ് ഓഫ് പീസ്, സമാധാനത്തിനെ സ്ട്രീംസ്, നദിയുമായിട്ട് കമ്പയർ ചെയ്തു. അതൊക്കെ എന്തൊരു ഉദാഹരണമാണ്? മെറ്റഫേഴ്സിന് ഉദാഹരണമാണ്. നെക്സ്റ്റ് നമുക്ക് വിഷ്വൽ ഇമേജസ് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. സ്റ്റാർസ്, നക്ഷത്രങ്ങൾ വിഷ്വൽ ഇമേജസ് ആയി കൊടുത്തിട്ടുണ്ട്. സ്ട്രീംസ്, നദികൾ കൊടുത്തിട്ടുണ്ട്. വുഡ്, കാട് കൊടുത്തിട്ടുണ്ട്. ഇനി ഓഡിറ്ററി ഇമേജ്, സ്ട്രീംസ്, നദികൾ കൊടുത്തിട്ടുണ്ട്. വുഡും പറ്റുട്ടോ. ഓഡിറ്ററി ഇമേജിൻ്റെ സെക്ഷനിൽ നമുക്ക് വുഡും കൊടുക്കാം. സ്ട്രീംസ്, നദി നമുക്ക് കാണാനും കഴിയും, അതിൻ്റെ ഒഴുക്ക് കേൾക്കാനും കഴിയും. വുഡ്, കാടും അങ്ങനെ തന്നെയാണ്. കാട് എന്ന് പറയുമ്പോൾ നമുക്ക് കേൾവിയിലൂടെയും പറ്റുമെന്നുള്ള അർത്ഥത്തിൽ വേണമെങ്കിൽ രണ്ടും കൊടുക്കാം. പക്ഷെ അവിടെ കൊടുത്തിട്ടില്ല എന്ന് മാത്രം. ഇനി കൺസണൻസ് 5, 6, 7, 8 വരികളിൽ കൺസണൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ റെഡ് കളറിൽ ഞാൻ കൊടുത്ത് കണ്ടോ. സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത്, അവിടെ സ് എന്ന് പറയുന്ന സൗണ്ട് വരുന്നത് നോക്കൂ. സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് ദാറ്റ് വർ ബേർഡ്സ് ദാറ്റ് സാങ്, ആൻഡ് സ്പിരിറ്റ്സ് ഓഫ് ലവ് were the stars that glowed, and spirits of peace were the streams that flowed. അതൊക്കെ സ് എന്ന് പറഞ്ഞ സൗണ്ട് വരുന്നുണ്ട്. അതൊക്കെ എന്താണ്? കൺസണൻസ് ആണ്. ലാസ്റ്റ് ലൈനിൽ ല് സൗണ്ട് വരുന്നത് കണ്ടോ. ഇൻ ദാറ്റ് മാജിക്കൽ വുഡ് ഇൻ ദ ലാൻഡ് ഓഫ് സ്ലീപ്പ്. അപ്പോൾ ഈ കോൺസണൻസ് സൗണ്ട് സെൻട്രൽ അവിടെ ഇവിടെയൊക്കെ വരുമ്പോഴാണ് അത് കൺസണൻസ് ആവുന്നത്. തുടക്കത്തിൽ മാത്രം വരികയാണെങ്കിൽ അത് അലിട്രേഷൻ ആണ്. നെക്സ്റ്റ് അസനൻസ്. അസനൻസ് ഇവിടെ വന്നിരിക്കുന്നത് സ്പിരിറ്റ്സ് എന്ന് പറയുന്നിടത്തുണ്ട് അല്ലേ. സ്പിരിറ്റ്സ് അവിടെ ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. ഇ എന്ന് പറയുന്ന വവ്വൽ സൗണ്ടാണ് വരുന്നത്. അതാണ് അസനൻസ്. ഇനി അനാഫോറ. എന്താ അനാഫോറ? സെയിം വേർഡ് വെച്ചിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും ലൈന് തുടങ്ങുക അല്ലേ. ഇപ്പോൾ 5, 6, 7 വരികൾ ആൻഡ് ഇങ്ങനെ വരുന്നുണ്ടോ, സെയിം വാക്ക് ഉപയോഗിച്ച്. അതാണ് അനാഫോറ എന്ന് പറഞ്ഞാൽ കേട്ടോ. ആൻഡ് ഇനി റൈമിങ് വേർഡ്സ്. ഇവിടെ ഏതൊക്കെയുണ്ട്? ഗ്ലോഡ്, ഫ്ലോഡ് എന്ന് റൈമിങ് വേർഡ്സ് ഉണ്ട് കേട്ടോ. ഇനി സാങ് എന്നുള്ളത് കണ്ടോ. നെക്സ്റ്റ് അതായത് പ്രീവിയസ് സ്റ്റാൻസിൽ നമ്മൾ സ്റ്റാൻസ് അല്ല പ്രീവിയസ് ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ സ്പ്രാങ് കണ്ടോ. സ്പ്രാങ്, സാങ് കണ്ടോ. ഇനി ഇവിടെ ഗ്ലോഡ്, ഫ്ലോഡ്, അതൊക്കെ റൈമിംഗ് വേർഡ്സ് ആണ്. ഗ്ലോഡ്, ഫ്ലോഡ് എന്നുള്ളത് റൈമിംഗ് വേർഡ്സ് താരതമ്യം എളുപ്പമായിരിക്കും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം. അപ്പം നമ്മൾ ഇത്രയും കണ്ടതിൽ ഇവരിങ്ങനെ സരോജിനി നായിഡു എന്താ പറഞ്ഞത്? ഇങ്ങനെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള 3 ക്വാളിറ്റീസിനെ കോൺക്രീറ്റ് ആയിട്ട് വർണ്ണിക്കുകയാണ് ചെയ്തത്. അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ടച്ച് ചെയ്യാനൊന്നും പറ്റാത്ത, കാണാനും പറ്റാത്ത ട്രൂത്ത്, ലവ്, പീസ് അതിനെ കോൺക്രീറ്റ് ആക്കി അല്ലേ. ട്രൂത്തിനെ ബേർഡ്സ് ആക്കി, കോൺക്രീറ്റ് ആക്കി. അതുപോലെ തന്നെ ലവ്, സ്നേഹത്തിനെ സ്റ്റാർസ്, കോൺക്രീറ്റ് ആക്കി. പീസ്, സമാധാനത്തിന് സ്ട്രീംസ് ആക്കി, കോൺക്രീറ്റ് ആക്കി. ഇനി ഇതെല്ലാം ഫീൽ ചെയ്യുന്നതാണ് അടുത്ത സ്റ്റാൻസയിൽ നമ്മൾ കാണുന്നത്. അടുത്ത ഭാഗത്ത് ഈ 8 to 10 ആണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ശേഷം വീണ്ടും വരും കേട്ടോ. 3 വരികൾ കൂടെ, 4 വരികൾ കൂടെ വീണ്ടും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 8 to 10 ലൈൻസ് നോക്കാം. ലോൺ ഇൻ ദ ലൈറ്റ് ഓഫ് ദാറ്റ് മാജിക്കൽ ഗ്രൂവ്. അതെ, ആ മാന്ത്രിക വനത്തിൽ, ആ മാജിക്കൽ ഗ്രൂവ് എന്ന് പറയുമ്പോൾ തോട്ടം എന്ന അർത്ഥമുണ്ട്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇവിടെ ആ മാന്ത്രിക തോട്ടത്തിൽ, മാന്ത്രിക തോപ്പിൽ അങ്ങനെ കൊടുക്കാം. ആ മാന്ത്രിക തോപ്പിൽ ലോൺ, ഒറ്റയ്ക്ക്, ഇൻ ദ ലൈറ്റ്, ആ പ്രകാശത്തിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. ഐ ഫെൽറ്റ്, എനിക്ക് തോന്നി, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചു. ദ സ്റ്റാർസ് ഓഫ് ദ സ്പിരിറ്റ്സ് ഓഫ് ലവ്. സ്പിരിറ്റ്സ് ഓഫ് ലവ് എന്തായിരുന്നു? സ്പിരിറ്റ്സ് ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ സ്റ്റാർസ് ആയിരുന്നു അല്ലേ. അത് ഞാൻ അനുഭവിച്ചു. സ്പിരിറ്റ്സ് ഓഫ് ലവ്. ശരിക്കും സരോജിനി നായിഡു അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് അത് അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ സ്വപ്നത്തിൽ എന്താണ്? അത് അവർ അനുഭവിക്കുകയാണ്. ഐ ഫെൽറ്റ് ദ സ്റ്റാർസ് ഓഫ് ദ സ്പിരിറ്റ്സ് ഓഫ് ലവ്. ആ സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ എന്താണ് ദേവതമാർ, അത് സ്റ്റാർസ് ആണല്ലോ, അത് ഞാൻ അനുഭവിച്ചു. നക്ഷത്രമാകുന്ന സ്നേഹത്തിൻ്റെ ദേവതമാരെ ഞാൻ അനുഭവിച്ചു എന്നാണ് അത്. കാരണം അവിടെ എന്താണ്? സ്റ്റാർസിനെ കണ്ടു എന്ന് അർത്ഥം. നെക്സ്റ്റ് അവരെന്താ ചെയ്തത്? ആ സ്റ്റാർസ് ഗ്യാദർ, ഒരുമിച്ച് കൂടി, ആൻഡ് ഗ്ലീം, തിളങ്ങി, റൗണ്ട് മൈ ഡെലിക്കേറ്റ് യൂത്ത്. ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ മൃദുലമായ, എൻ്റെ മൃദുലമായ യൂത്ത്, യുവത്വത്തിന് നടുവിലായിട്ട്, യുവത്വത്തിന് ചുറ്റും. അപ്പോൾ സരോജിനി നായിഡുക്ക് ചുറ്റും എന്താണ്? സരോജിനി നായിഡു ചുറ്റുമായിട്ട് എന്താണ്? സ്റ്റാർസ് വന്ന് നിന്ന പോലെ ഒരു ഫീലിംഗ് അവർക്ക് വന്നു എന്നാ. ഗ്യാദർ, ഈ നക്ഷത്രങ്ങൾ ചുറ്റും നിന്നു. നക്ഷത്രങ്ങൾ ഈ സ്വപ്ന ലോകത്ത് സരോജിനി നായിഡുവിൻ്റെ എന്താണ്? ചുറ്റും സ്റ്റാർസ് ഇങ്ങനെ വലയം ചെയ്തു. അവരിങ്ങനെ എന്താണ്? ഗ്യാദർ, ഒരുമിച്ച് നിന്നു, ആൻഡ് ഗ്ലീം, എന്നിട്ട് തിളങ്ങി എന്നാണ് പറഞ്ഞത്. ഇനി ഈ ഒരു സ്റ്റാൻസ് അല്ല, ഈ 3 വരികളിൽ കൊടുത്തിരിക്കുന്ന പോയിറ്റ് ഡിവൈസസ് ഒക്കെ നോക്കാം. റൈമിംഗ് വേർഡ്സ് ആയിട്ട് ഗ്രൂവ്, ലവ് കൊടുത്തിട്ടുണ്ട്. വിഷ്വൽ ഇമേജസ് ഏതൊക്കെയാണ്? ലൈറ്റ്, ഗ്രൂവ്, സ്റ്റാർസ്, ഗ്ലീം, ഇതൊക്കെ വിഷ്വൽ ഇമേജസ് ആണ്. നെക്സ്റ്റ് അലിട്രേഷൻ ആയിട്ട് ലോൺ ഇൻ ദ ലൈറ്റ്, സ്റ്റാർസ് ഓഫ് ദ സ്പിരിറ്റ്സ്,
ഗ്യാദർ ആൻഡ് ഗ്ലീം, ഇതൊക്കെ അലിട്രേഷൻ ആണ്. അവിടെ ആ വയലറ്റ് കളറിൽ ഞാൻ മാർക്ക് ചെയ്ത ലെറ്റേഴ്സ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി കൺസണൻസ് ആയിട്ട് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ലോൺ ഇൻ ദ ലൈറ്റ് ഓഫ് ദാറ്റ് മാജിക്കൽ, കണ്ടോ ആ ഭാഗത്ത് ഈ ഒരു ഫ്രേസിൽ നിങ്ങൾക്ക് ല് എന്ന് പറഞ്ഞ സൗണ്ട് കൺസണൻസ് ആണ്. സ്റ്റാർസ് ഓഫ് ദ സ്പിരിറ്റ്സ് എന്ന് പറയുമ്പോൾ കൺസണൻസ് അവിടെയുണ്ട്. ഗ്ലീം റൗണ്ട് മൈ, ആ റെഡ് കളർ കണ്ടോ, എം എന്ന് പറഞ്ഞ ലെറ്റർ ഞാൻ റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. മ് സൗണ്ട് ആണ് കേട്ടോ, കൺസണൻസ് ആണ്. ഇനി പേഴ്സോണിഫിക്കേഷൻ. എന്താ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനല്ലാത്ത എന്തിനെങ്കിലും ഒരു കാര്യത്തിന് മനുഷ്യന്റെ ഗുണം കൊടുക്കുക എന്നുള്ളതിനാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കൂ, ഐ ഫെൽറ്റ് ദ സ്റ്റാർസ് ഓഫ് ദ സ്പിരിറ്റ്സ് ഓഫ് ലവ് ഗ്യാദർ ആൻഡ് ഗ്ലീം റൗണ്ട് മൈ ഡെലിക്കേറ്റ് യൂത്ത്. എന്താണ്? സ്നേഹത്തിൻ്റെ ദേവതമാരായ നക്ഷത്രങ്ങൾ എൻ്റെ മൃദുവായ യൗവനത്തിന് ചുറ്റും എന്താണ് നിന്നു എന്നാണ്, അവ ഒരുമിച്ച് കൂടി എന്നാണ്. ഇവിടെ സ്റ്റാർസ് നക്ഷത്രങ്ങൾ ഒരുമിച്ച് കൂടി. അപ്പോൾ ഒരുമിച്ച് കൂടെ മനുഷ്യന്മാരാണ് ഗ്യാദർ ചെയ്യുക, മനുഷ്യന്മാരാണ് ഗ്യാദർ ചെയ്യുക, ഒരുമിച്ച് കൂടുക. പക്ഷേ നക്ഷത്രങ്ങൾ ഗ്യാദർ ചെയ്യുക എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ഗുണമായ ഒരുമിച്ച് കൂടലിനെ അത് ആർക്ക് കൊടുത്തു? നക്ഷത്രങ്ങൾക്ക് കൊടുത്തു. നക്ഷത്രത്തിന് ജീവനില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അതിനെ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം. അപ്പോൾ ഇതോടുകൂടി അവസാനിക്കുകയാണ് ലാസ്റ്റ് പാർട്ട് കേട്ടോ. 4 ലൈൻസ്, 11 തൊട്ട് 14 വരെയുള്ള വരികളാണ്. ആൻഡ് ഐ ഹേർഡ് ദ സോങ് ഓഫ് ദ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് ടു ക്വെൻച്ച് മൈ ലോങ്ങിങ് ഐ ബെൻഡ് മീ ലോ by the streams of the spirits of peace that flow in the magical wood in the land of sleep. എന്താ പറഞ്ഞത്? ആൻഡ് ഐ ഹേർഡ്, ഞാൻ കേട്ടു, ദ സോങ് ഓഫ് ദ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത്. എന്താ കേട്ടത്? ഗാനം കേട്ടു. ആരുടെ ഗാനം? പക്ഷികളുടെ ഗാനം കേട്ടു. അപ്പോൾ പക്ഷികൾ ആരായിരുന്നു? സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ ദേവതമാരായിരുന്നു പക്ഷികൾ എന്നുള്ളത്. അവരുടെ ഗാനം ഞാൻ കേട്ടു. അപ്പോൾ അതും കോൺക്രീറ്റ് ആയില്ലേ, ഒരു കോൺക്രീറ്റ് ആയിട്ടൊരു എക്സ്പീരിയൻസ് കിട്ടി. നെക്സ്റ്റ്, ടു ക്വെൻച്ച് മൈ ലോങ്ങിങ്, എൻ്റെ ആഗ്രഹം ശമിപ്പിക്കാൻ. ക്വെഞ്ച് എന്ന് പറഞ്ഞാൽ ശമിപ്പിക്കുക. ലോങ്ങിങ് ആഗ്രഹം. അതായത് ഇവിടെ ദാഹിക്കുന്ന ഒരാൾ കുനിഞ്ഞിരുന്ന് നദിയിൽ നിന്ന് വെള്ളം കുടിച്ചു എന്ന് വേണമെങ്കിൽ പറയാലോ. അതുപോലെ എന്താണ് ഇവിടെ ഇവർ നദിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ നദി ഒരു കോൺക്രീറ്റ് എംബഡിമെൻ്റ് ആണ് എന്തിനുള്ള? സ്പിരിറ്റ്സ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ ദേവതയായിട്ടാണല്ലോ നദിയെ കാണുന്നത്. അപ്പോൾ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് സരോജിനി നായിഡു അവിടെ മുട്ടുകുത്തിയിരുന്ന് നദിയിൽ നിന്ന് വെള്ളം കുടിച്ചു എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ടു ക്വെൻച്ച് മൈ ലോങ്ങിങ് ഐ ബെൻഡ് മീ ലോ. എന്താ പറഞ്ഞത്? ബെൻഡ് എന്ന് പറഞ്ഞാൽ കുനിഞ്ഞു നിന്നു, ലോ ഇവിടെ താഴേക്ക്, അതായത് ഇവിടെ കുനിഞ്ഞിരുന്നു. ക്വെൻച്ച് മൈ ലോങ്ങിങ്, എൻ്റെ ആഗ്രഹം തീർക്കാൻ ഞാൻ കുനിഞ്ഞിരുന്നു നദിയിൽ. സരോജിനി നായിഡു പറയാണ്. ബൈ ദ സ്ട്രീംസ്, ഈ നദികൾക്ക് അരികിൽ. ഓഫ് ദ സ്പിരിറ്റ്സ് ഓഫ് പീസ് ദാറ്റ് ഫ്ലോ. അപ്പോൾ നദി എന്ന് പറയുമ്പോൾ എന്താണ്? സ്പിരിറ്റ്സ് ഓഫ് പീസ് ആണ്. പീസ് എന്ന് പറഞ്ഞാൽ സമാധാനം, സമാധാനത്തിൻ്റെ സ്പിരിറ്റ്സ് ദേവതമാരാണ്. ദാറ്റ് ഫ്ലോ, അതൊഴുകി. ഇൻ ദാറ്റ് മാജിക്കൽ വുഡ് ഇൻ ദ ലാൻഡ് ഓഫ് സ്ലീപ്പ്, ആ ഉറക്കത്തിൻ്റെ ആ ഒരു ലാൻഡിൽ, ആ പ്രദേശത്ത്, അവിടെ എന്താണ്? ആ മാജിക്കൽ വുഡ്, ആ മാന്ത്രിക വനത്തിൽ എന്താണ്? നദി ഒഴുകിക്കൊണ്ടിരുന്നു. ആ നദിക്കരയിൽ ഞാൻ കുനിഞ്ഞിരുന്ന് വെള്ളം കുടിച്ചു. അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ദാഹം മാറും അല്ലേ? അപ്പോൾ ഇവിടെ നദി ശരിക്കും എന്തായിട്ടാണ് സരോജിനി നായിഡു കാണുന്നത്? സമാധാനത്തിൻ്റെ, പീസിൻ്റെ എന്താ സ്പിരിറ്റ്സ് ആയിട്ടാണ്, അതായത് ദേവതമാരായിട്ടാണ്. അപ്പോൾ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ്? അവിടെ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചു. അതായത് അതോടുകൂടി അവർക്ക് ആ സമാധാനം എന്ന് പറയുന്ന ആ ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യം കോൺക്രീറ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ സാധിച്ചു. ഇത്രയും കാര്യം പറഞ്ഞത്. ഇനി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പോയട്രി ഡിവൈസസ് നോക്കാം. അലിട്രേഷൻ ഏതൊക്കെയാണ്? സോങ് ഓഫ് ദ സ്പിരിറ്റ്സ്, ലോങ്ങിങ് ഐ ബെൻഡ് മീ ലോ, സ്ട്രീംസ് ഓഫ് ദ സ്പിരിറ്റ്സ്. അവിടെ കണ്ടോ സ് ആണ് ആദ്യം വന്നത്, പിന്നെ ല് വന്നു. അതൊക്കെ അലിട്രേഷൻ എക്സാമ്പിളാണ്. പിന്നെ കൺസണൻസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? സോങ് ഓഫ് ദ സ്പിരിറ്റ്സ്, സ്ട്രീംസ് ഓഫ് ദ സ്പിരിറ്റ്സ് ഓഫ് പീസ്, മാജിക്കൽ വുഡ് ഇൻ ദ ലാൻഡ് ഓഫ് സ്ലീപ്പ്. ഇനി അസനൻസിന് എക്സാമ്പിൾ സ്പിരിറ്റ്സ്, ലോങ്ങിങ് ഐ ബെൻഡ് മീ ലോ, സ്ട്രീംസ് ഓഫ് ദ സ്പിരിറ്റ്സ് ഓഫ് പീസ് ഇൻ ദ മാജിക്കൽ. ഇവിടെയൊക്കെ എന്തുണ്ട്? അസനൻസ് ഉണ്ട്. അവിടെയൊക്കെ ആ കളറിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അലിട്രേഷൻ എന്ന് എഴുതി അതേ കളറിൽ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കൺസണൻസ് റെഡ് കളർ അല്ലേ, അപ്പോൾ അതവിടെ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അസനൻസ് ഗ്രീൻ കളറിലാണെങ്കിൽ ഇവിടെ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി റൈമിംഗ് വേർഡ്സ്, ലോ ഫ്ലോ, ഓഡിറ്ററി ഇമേജ് സോങ്, സ്ട്രീം, വിഷ്വൽ ഇമേജസ് സ്ട്രീംസ്, വുഡ്. അപ്പോൾ ഇത്രയാണ് ഈ കവിതയിൽ പറയാനുള്ളത്. അത്യാവശ്യം ഡിഫിക്കൽട്ട് തന്നെയാണ്, ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു കവിത ഒന്നും അല്ലത്. അതുകൊണ്ടാണ് ഇത്രയധികം എക്സ്പ്ലനേഷൻ. ചെറിയൊരു കവിത, 14 വരിയേ ഉള്ളൂ, 14 വരികൾ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും ഇത്ര എക്സ്പ്ലെയിൻ ചെയ്താലേ ഈ കവിത മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം
ശ്രദ്ധയോടെ അതുപോലെ തന്നെ ക്ഷമയോടെ കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.